അങ്ങനെ രാവിലെയായി നമ്മൾ നേരെ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ്. ഇനി നേരെ ഇത് കഴിഞ്ഞാൽ നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് പോകണം. നമ്മൾ ഇതാണ് ഫുഡ് വാങ്ങിച്ചത്. ഉഴുന്നുവടയുണ്ട്, ഇഡ്ഡലിയുണ്ട്, സാമ്പാർ, ചട്നി, ചിക്കൻ നഗറ്റ്സ്, പൈനാപ്പിൾ, പപ്പായ, ഒരു പുഴുങ്ങിയ മുട്ട. ഇത്രയും ആണ് നമ്മൾ വാങ്ങിച്ചത്. കോഫി. അപ്പോൾ നമ്മളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇനി നമ്മളിതാ തിരിച്ചു പോകുന്നു. നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. നമ്മൾ ഇന്നലെ ഡിന്നറിന് വന്ന അതേ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ഇതാ റൂമിലെത്തി. ഇനി കുളിച്ചിട്ട് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുന്നു. ചേച്ചിൻ്റെ എക്സാമിന് അവിടെ കൊണ്ടാക്കിയിട്ട് നമ്മളിനി തിരിച്ച് പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ റെഡിയായി. ഇപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോകുന്നു. ചേച്ചിക്ക് എക്സാം ഉണ്ട്. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് പോകുന്നത് നമ്മൾ കറങ്ങാൻ പോകും. അതിൻ്റെ വീഡിയോയിൽ കാണിച്ചുതരാം. അപ്പോൾ നമ്മളെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റൂം വീഡിയോ ഞാൻ നടന്നിട്ടുണ്ടായി കേട്ടോ. പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും പോയി കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിതാ റൂം വെക്കേറ്റ് ചെയ്യുന്നു. ഫ്രണ്ട്സ്, നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഊബർ വിളിച്ചിട്ടുണ്ട്. അപ്പം ചേച്ചീൻ്റെ മെഡിക്കൽ കോളേജിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ നമ്മൾ ഊബർ 10 ഇപ്പം കുറച്ച് ടൈമിനുള്ളിൽ എത്തും. അപ്പോൾ നമ്മളിനി ഓട്ടോ കയറ്റാം. അപ്പോൾ നമ്മളിതാ ഓട്ടോയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതാണ് JSS മെഡിക്കൽ കോളേജ്. എക്സാം എഴുതാൻ വേണ്ടി വന്നത്. കുറേ ഫ്രണ്ട്സ്, നമ്മളിതാ ഇനി സാൻ മ്യൂസിയത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എല്ലാവരും കാണാം. മൈസൂരത്തെ പാർട്ട് 1 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എടുക്കുന്ന വീഡിയോ ചിലപ്പോൾ ലേറ്റ് ആവുമായിരിക്കും. വീട്ടിലെല്ലാം എത്തി എഡിറ്റെല്ലാം ചെയ്ത് കഴിയണ്ടേ, ചിലപ്പോൾ ലേറ്റ് ആവുമായിരിക്കും. അപ്പോൾ ചേച്ചിൻ്റെ എക്സാം കഴിഞ്ഞില്ല, കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ നേരെ ഇനി സാൻ മ്യൂസിയം എന്ന് പറയുന്ന മ്യൂസിയത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിതാ സാൻ മ്യൂസിയം എത്തിയിരിക്കുന്നത്. ഇതാണ് സാൻ മ്യൂസിയം. ജിപേ ചെയ്ത് കൊടുക്കും പൈസ. കുറേ വരാനുണ്ട്. നമ്മളവിടുന്ന് അരമണിക്കൂറോളം വന്നിട്ടുണ്ട്. അവിടെ എന്തെല്ലോ കാണുന്നുണ്ട് കേട്ടോ. സാൻ മ്യൂസിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല, ഒരുപാട് ദൂരം അധികമാണിത്. നമ്മൾ വിചാരിച്ച അടുത്തായിരിക്കും നമ്മൾ താമസിക്കുന്നത്. കുറച്ച് ദൂരം അധികമാണ്. അതും കുഴപ്പമില്ല, നമ്മൾ കണ്ടുകളയാം. സാൻ മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ്.
ലഡു എല്ലാം കയ്യിൽ വെച്ചിട്ട്. ഇതാണ് സയൻസ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേ വന്നു. ഇത് കോഴി കൊണ്ട് ഉണ്ടാക്കിയ ഗണേഷ്. നമുക്കിങ്ങനെ ഓരോന്ന് നോക്കാം. ഓക്കെ, കുടിക്കാം. നല്ല കോഴി കൊണ്ട് ഓരോരോ ദൈവങ്ങള്. ശിവനല്ലേ? ദേവി ചാമുണ്ടേശ്വരി. പിന്നെ ഇത് ലോഫിംഗ് ബുദ്ധ. ഇത് മൈസൂർ ദസറ അമ്പലം. ദസറേൻ്റെ ഇതാ. പിന്നെ ഇവിടെ ശ്രീകണ്ഠരസ നരസിംഹ രാജാവ്. ഇവിടെ സൂര്യാക് Ancient civilization. The oldest civilization of the world are Mesopotamian civilization, Egypt. Chinese civilization from tribes of the world. ഇതാണ് മൈസൂരിൻ്റെ മെറൈൻ ലൈഫ്. കുറേ ലവേഴ്സ്. അതെ, അതാടാ എൻ്റെ പോയി നിൽക്ക്. ഇതാ ഇവിടെ ഇങ്ങോട്ടാ. ഇത് മാലാഖേൻ്റെ ഒരു മോഡല്. ഇടയ്ക്ക് ഇത് വീഡിയോ കാർട്ടൂണാണ് കേട്ടോ. ടോം ആൻഡ് ജെറി. ടോം ആൻഡ് ജെറി ഇല്ലേ? അതാ മിക്കി മൗസ്. ടോം ആൻഡ് ജെറി. വിൻറ്റേജ് കാറ്, പഴയകാല ലൂസിഫർ. മറ്റേ അതില് ഇവിടെ ഫിഷ് ഫ്രൈഡ്. കുറേ ഡോളുണ്ട് കേട്ടാ. ഇങ്ങനത്തെ എൻ്റെ ഒരു നല്ല അടിപൊളി കീ ചെയിൻ എടുത്തിട്ടുണ്ട് കേട്ടാ. ഇതിനടുത്ത് ഈ ഒരു കീ ചെയിൻ വാങ്ങിച്ചിട്ടുണ്ട്. നല്ലോണ്ട് കമ്മല്, വള, അങ്ങനത്തെ കുറേ ഐറ്റംസ്. അപ്പോൾ നമ്മൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് ഷോപ്പിലേക്ക് പോവാണ്. ഫ്രണ്ട്സ്, ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത് ഓറിയോൻ്റെ ഷെയ്ക്കാണ് കേട്ടോ. അവിടെ കുറേ ഷെയ്ക്ക് ഉണ്ട്. ഞാൻ ബസ്സിൽ യാത്രയാണ്, അതുകൊണ്ടാണ് ഒച്ചപ്പാട് വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. അപ്പോൾ ഓറിയോ ഷെയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ
വന്ന് നമ്മളെ നമ്മളെ സാൻഡ് മ്യൂസിയത്തിന് തൊട്ടിപ്പുറത്തുള്ള സ്ഥലത്താട്ടാ. നമ്മളിതാ ഒരു സിൽക്കിന്റെ ഷോപ്പ് കാണാൻ പോകുന്നത്. നല്ല അടിപൊളി ഒരു സാരി എടുത്തിട്ടുണ്ട്. എൻ്റെ നല്ലൊരു അടിപൊളി സാരിയെല്ലാം എടുത്ത് നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനായ സീഷൽ മ്യൂസിയം അല്ലേ, സീഷൽ മ്യൂസിയത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇവിടുന്ന് കുറച്ച് നടക്കണ്ടേ ഉള്ളൂ, അങ്ങോട്ട് നടക്കാനേ ഉള്ളൂ. നമുക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ നമ്മളിതാ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സീഷൽ ആർട്ട് മ്യൂസിയം എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. കാണാൻ നല്ല അടിപൊളിയാണ് അല്ലേ ആൻറ്റി? അടിപൊളി മ്യൂസിയമാണ്. നമ്മള് ഗൂഗിളിൽ നോക്കി ഭംഗിയുണ്ട്. പിന്നെ മാത്രമല്ല വേൾഡ് റെക്കോർഡ് ആയതുകൊണ്ട് എന്തായാലും ഒന്ന് കാണാന്ന് വിചാരിച്ച് നമ്മളിപ്പം കാണാൻ കഴിയും. നല്ല മത്സരന്യ ഷെല്ലിൻ്റെ ഉള്ളിലോട്ടൊരു എൻട്രി ഉണ്ടല്ലേ. ഇവിടെ അഡൽട്ടിന് 60 രൂപയും ചിൽഡ്രൻ ബിലോ 5 ഇയേഴ്സ് മറ്റപ്പുറം കണ്ടതുപോലെ കുറച്ച് പൈസ കുറവാണ്. നമുക്ക് ഉള്ളിലേക്കെല്ലാം ഒന്ന് കയറി പോവാ. ടിക്കറ്റ് കിട്ടി. ഇവിടെ ടിക്കറ്റ് വാങ്ങി പുറത്തേക്ക് അടിപൊളി. ഇതാണ് ലാഫിങ് ബുദ്ധ. നിനക്ക് ഇറങ്ങാൻ തെറ്റേ എന്റെ ഇത് ഷെല്ലോണ്ട് ഉണ്ടാക്കിയതാ. അടിപൊളിയല്ലേ. റെക്കോർഡ് ഓഫ് ആക്കാം. ഇവിടെ നമ്മളെ നീ പറയാ ആമയുണ്ട്. ഇതൊന്നല്ല, മൈസൂർ ആർട്ട്, തഞ്ചാവൂർ ആർട്ട്. ഇതെല്ലാം ഷെല്ലോണ്ട് ഉണ്ടാക്കിയ ഓരോരോ ഇതാണ്. ഗണപതി അതെ, പണ്ട് അക്കിരത്ത് കൊറേ ഇങ്ങനത്തെ ഷെല്ലല്ലോ. ഇതാ ഇത് നോക്കട്ടെ, നല്ല സീബ്ര ഫിഷ് കണ്ട. സീബ്ര അല്ല, ഇനി വേറെ ഇതിനപ്പം അതിൻ്റെ പേര് റെയിൻബോ ഫിഷ് അങ്ങനെ എന്തോ അതിൻ്റെ പേര്. നല്ല അടിപൊളി ഫിഷ് എല്ലാം ഉണ്ട്. പെൻഗിൻസ് ഇതും ഷെല്ലോണ്ടാക്കിയ രൂപങ്ങൾ തന്നെ, ഫുൾ ഷെല്ലാണ്. സരസ്വതി ദേവി ഇതെല്ലാം ഉണ്ടാട്ടുന്നല്ലോ, ഫോട്ടോസും കാര്യങ്ങളും. ഇഫ് യു ലവ് സംബഡി ഷോ ഇറ്റ്. മൃഗങ്ങളെ സ്നേഹിക്കുന്ന കുട്ടി ഉണ്ട്. അടിപൊളിയായിട്ട് ഇതെല്ലാം ആർട്ട്. അടിപൊളി. ഒരു കൊട്ടാരം, കൊട്ടാരത്തിനുള്ളിൽ വരെയെല്ലാം ഉണ്ട്. അടിപൊളി കേട്ടാ. ഏറ്റവും വലിയ ഇതെല്ലാം ഉണ്ടാക്കാൻ പെട്ട പാടല്ലേ.
കുരിശ് വരെ ഷെല്ലായിരിക്കാം. അതെ, ഇതും ഷെല്ല്. ഫ്രണ്ട് വ്യൂ ചർച്ച് ഗണപതിൻ്റെ എല്ലാം ഫുൾ ഷെല്ലോണ്ടുള്ള പലതരം ഗണപതിനെ കണ്ട. ഗിന്നസ് കിട്ടേണ്ടതാണ് സർട്ടിഫിക്കറ്റ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ദ ലാർജസ്റ്റ് സീഷൽ സ്കൾപ്ചർ ഈസ് 6.74 meter in the sum of all dimension and was created by Radha Mallappa in Mysore, Karnataka, India on 18th March 2016. കണ്ടാ ഈ പെണ്ണുങ്ങളാന്ന് തോന്നാക്കിനി 2016 ഇനി 2010 ഇതിൻ്റെ ഉള്ളിലേക്ക് മുളകി കുറേ തരം ഷെല്ലുകൾ. അപ്പൊ ഇതാ കുറേ കമ്മലുണ്ട് കേട്ടോ ഷെല്ലിന്. ರೆಸ್ಟೋರೆಂಟ್ ಇದ್ರಲ್ಲಿರೋದಲ್ಲ ഇതിന്റെ ഒരു ഷേപ്പ് ഇല്ലടാ. ഇത് ആൻറ്റി വാങ്ങിച്ചത് കേട്ടാ. കുറേ ഉണ്ട്. ഗൈസ് ഇതാ ശംഖിന് കീ ചെയിൻസ് കുറേ തരത്തിലുണ്ട്. എല്ലാം 30 rupees ആണ് കേട്ടാ. അടിപൊളി. ഇതപ്പം ഇതിൻ്റെ ഉള്ളിലുള്ളൊരു 3D പോലത്തെ ഒരു സംഭവം. നമ്മള് ചങ്ങായി പൂമ്പാറ്റേൻ്റെ മുന്നിൽ പീകോക്ക്. മയിൽ മയിൽ പീലി ചൂടിക്കും. ആ ഇപ്പൊ 1:15. നോക്കി പോയി ചോറുണ്ടെന്ന് എന്നിട്ട് ഫ്രണ്ട്സ് നമ്മളിതാ സാൻഡ്വിച്ച് പുറത്തിറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇനി എവിടെയെങ്കിലും നോക്കിയിട്ട് വരും. ഇല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. കഴിച്ച് വരുന്നുണ്ട്. ഒരു ഇൻ്റർവ്യൂ കാര്യമുണ്ട്, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് 6 മണിക്കേ ബസ്സുള്ളൂ നാട്ടിലേക്ക്. നമ്മൾ ഇന്ന് നാട്ടിലേക്ക് തിരിക്കും. അപ്പോൾ 6 മണിയാകുമ്പോൾ ബസ്സുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. നമ്മളെടുത്ത് മാർക്കറ്റിലെല്ലാം പോയി. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണിൽ ചാർജ് ഉണ്ടായിട്ടാവുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പോൾ ചാർജ് ഫുള്ളായി. ഇനി നമ്മളെ ബസ് 6 മണിക്കാണ് കേട്ടോ. സമയം 4:15. അപ്പോൾ 6 മണിക്കാണ് ബസ്. അതിന് നമ്മൾ പോകും. നമ്മളൊരു മാളിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഇതെല്ലാം ഉണ്ട്. കണ്ടിച്ചോ ഇത് നമ്മളിങ്ങനെ ഒരു മോളിലേക്ക് പോയി കേട്ടോ. റിലയൻസ് ഡിജിറ്റൽ. അപ്പോൾ നമ്മളിതാ ബസ് സ്റ്റാൻഡിൽ വന്നു. ഇനി ബസ് കയറിയിട്ടുള്ള വീഡിയോ കാണിച്ചാൽ അതോടുകൂടി നമ്മളെ ഇന്നത്തെ നമ്മളെ മൈസൂർ യാത്ര വ്ളോഗ് അവസാനിക്കുന്നതാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ നിർബന്ധമായിട്ട് പോയിട്ട് നമ്മളെ ചാനലിൽ നോക്കിയാൽ കാണുക. അപ്പോൾ നമുക്ക് ഇനി ബസ് കയറിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ബസ്സിൽ കയറി കേട്ടോ. നമ്മൾ വന്ന അതേ ബസ്സിൽ നമ്മൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മനസ്സിലാവുന്ന എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിട്ട് വീട്ടിലോട്ടേക്ക് പോകണം. ഇതാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്. മൈസൂരിലെ സ്ഥലങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മളിങ്ങനെ പോയി. അന്ന് നമ്മൾ കുറച്ച് സ്ഥലം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതൊക്കെ കാണുക. നമ്മളെ ഫസ്റ്റ് പാർട്ട് എല്ലാവരും നിർബന്ധമായിട്ടാണ്. പിന്നെ നമ്മളെ 2 തകർപ്പൻ ഡാൻസ് എല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം കാണണം. അപ്പോൾ അതെല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിച്ചു കേട്ടോ. അപ്പം ബൈ ബൈ.